ഓക്കെ. ചേംബർലൈൻ ടർഫ് സ്റ്റാർട്ടിങ്. ഇത് ബി എം ആണ്. അറ്റാക്കിങ്, പി ഡി ഡിഫെൻഡിങ്. ബി എം എനിക്ക് തോന്നുന്നു 10-16 ആൾക്കാരുണ്ട്. പി ഡി ഉണ്ടോ? പി ഡിയും 16 ആൾക്കാരുണ്ട്. ഓ 16 vs 16 കേട്ടോ. അത് നല്ല അടിയായിരിക്കും. 4 വണ്ടി നിറച്ചു ആൾക്കാർ. ബി എമ്മിനോട് ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ, ആവശ്യമില്ലാത്താണത്. ആ കളഞ്ഞല്ലേ. ഓക്കെ. ആ ഓക്കെ. അപ്പോൾ ബി എം 16 ആൾക്കാരുണ്ട്, പി ഡിയും 16 ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഐഡിയ. പിന്നെ കൗണ്ട് നോക്കിയിട്ടില്ല, പോയി നോക്കിയിട്ടില്ല. പി ഡി ബി എം എന്തായാലും എൻട്രി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങും. അവിടെ ഡ്രസ് വെറുതെ മനസ്സിലാവും ആള്. പക്ഷെ ഞാൻ എന്തൊരു പറയാനതില്, എനിക്കതിൽ പ്രത്യേകിച്ച് റോളില്ല. ഞാനെന്തിനും ചെയ്യായിരുന്നു. നോക്കോ. ഓക്കെ, ഇവിടെ അടിയായിട്ടുണ്ട്. വീട്ടിൽ ഇറങ്ങി അടിക്കുന്നത് എക്സിപ്പീഡ് ഇച്ചായനോ? ആരാ ഇവിടെ പീടി? വണ്ടി അത് എടുത്തോണ്ട് എടാ അത് വണ്ടി കയറി, അതിൻ്റെ ഒപ്പം കയറിപ്പോയി. അതാ ചാടി. ഇവിടെ ഒരു പീടി ഉണ്ട്. പുള്ളിനെ കുറെ ഇടിച്ചു. പക്ഷേ പുള്ളി എങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്? കൊണ്ടുപോയിക്കന്നെ പോണ്. പുള്ളി എപ്പ തള്ളിടാൻ പോവാണ്. കൊണ്ടു വിട്ടുകൊടുത്തോണ്ടിട്ട് ഏടാ. ഓ വണ്ടി എടുത്തിട്ടാ പോണ്. ഇടിയും ചാവലും ഒരുമിച്ചിട്ടായിരുന്നു. ഓ ബി എമ്മോട്ട് ഇറങ്ങിയല്ലോ. ഓക്കെ, ബി എം പുഷിയുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. ഇമ്മരാരോ ഓടുന്നത്. എത്ര ആളാ വന്ന് കയറി ഇവിടെ? 10 ആളാ? ആ 10 ആളെ കണ്ട് ഇവിടെ നേരം ഒന്ന് കയറി. ഓ ഇതാര് മോർട്ടിൻ. അയ്യോ, കുറേശ്ശൂടെ തിരിച്ച് വണ്ടി കയറാൻ പണിയായിരിക്കുമല്ലോ. 2 വണ്ടി പോകുന്നതാണ് കേട്ടോ മിക്കവാറും. ഒരു വണ്ടി ഇത് പുകഞ്ഞവിടെ.
ആരും വീഴുന്നില്ലല്ലോ. ഏ ഓ ചത്ത് വണ്ടർ കവർ ചെയ്യുന്നവൻ. അയ്യോ അവിടെ മാത്രമേ ഞാൻ നോക്കിയില്ല. ഇന്ന് നോക്കിയിട്ട് എന്തായാലും ഒരു വണ്ടിയെ പൊട്ടി, അതിൻ്റെ ഒപ്പം ഒരാൾ ചത്ത്. പേടിയപ്പോൾ ടാലിയായി. ഓ മോർട്ടിൻ്റെ ആർമർ അടിച്ചോ. മോർട്ടിൻ്റെ ആർമർ അടിച്ച് കളഞ്ഞ് അവർ വന്നിട്ട് മോർട്ടിൻ ബാക്ക് ഇറങ്ങി. ബി എമ്മിൻ്റെ ഒരു വണ്ടി പോയി അപ്പോൾ. ഓ ബി എമ്മോടെ കയറുള്ള പോരാട്ടെ. ലാൻസ് മാൻസ് ഇപ്പോൾ പെടുമല്ലോ. ഇങ്ങോട്ടാണ് അടിക്കുന്നത്. എത്തും അങ്ങോട്ട് നോക്കി പീടി പുറത്തുനിന്നിട്ട്. ലാൻസ് മാൻസ് പെടും കേട്ടാ. ഓ എടാ അതെന്തൊരു അടി അടിച്ച്. ഒളിക്ക് ഹെൽമെറ്റ് പിങ്കായിരുന്നു ഓൾറെഡി. ഓക്കെ ബി എം ഇപ്പോൾ ഒരു പിക്കും എടുത്തിട്ടുണ്ട് പീഡിനെ. 138. തല കാണാം. ഓ പുള്ളിക്കൂടെന്ന് വിചാരിച്ചാൽ പിക്ക് എടുക്കാൻ പറ്റും. ആരായിരുന്നു? ഇല്ല. ഓക്കെ പീടിക്ക് വീണ്ടും ഇൻഫ്ലുവൻസ് കുറഞ്ഞു തുടങ്ങി. 76. ഓ ബി എം ഇവിടെയും വന്നല്ലോ. ഇതാണ് ആള് കൂടിയല്ലേ പ്രശ്നം. എവിടെയൊക്കെ അടി എടുക്കുന്നത് ഐഡിയ കിട്ടത്തില്ല. ഓ നീ പുള്ളിയുടെ പേര് മോർട്ടിൻ എന്തായിരുന്നില്ല പേര്. ഓക്കെ മോർട്ടിൻ പാട്രിക് ഡൗൺ ആയിട്ടുണ്ട്. വീട് രണ്ടാമത്തെ ആളപ്പോൾ ഡൗൺ. അതിൻ്റെ അകത്ത് വേറെ പിടിക്കാനുണ്ടോ? ഇല്ലല്ലോ. ഓ ഇവിടെ നിന്നും രണ്ടാൾക്കാർ വന്നല്ലേ. പിന്നെ വണ്ടി കയറ്റിക്കൊണ്ടോ. %62 ഇൻഫ്ലുവൻസ്. 61 പീഡ് ലീവാണ്. അതാരാ? സുഗുണം ബാക്കിലോട്ടോ. ഓ ജസ്റ്റിൻ ക്യാപ്റ്റൻ നൂബിനെ അടിച്ചിട്ടുണ്ടാടേ. എടാ ജസ്റ്റ് ഇവിടെ കയറി കുരുമ്പെടുത്ത് വിക്കെടുത്ത്. ഓ ജസ്റ്റിൻ ഡൗൺ. അക്കർമാനും ഡൗൺ ആയിട്ടുണ്ട്. പീഡി പുഷിങ്. ഡൗൺ ആയിട്ടുണ്ട്. ഹൈത്തൊക്കെ ഡൗൺ ആയല്ലോ. സെസ്കിറൊക്കെ ഹൈത്താണോ? ഇപ്പം ആരാ കൂടുതൽ വേണത്? ഓക്കെ പീഡി പുഷ് ചെയ്യുന്നത്. ഓ ഇവിടെ ആളുണ്ടെന്നാ. അവിടെ പിക്കെടുത്ത് ഇത് കുറെ പേര് പീടിക ഡൗൺ ആക്കിന്നോന്ന്. ഡൗൺ പീടി എന്തൊരു പ്രശ്നം നടത്തിയവിടെ. കുറെ ആൾക്കാർ അടിച്ചിട്ട്. അവര് ബി എം തിരിച്ചു വരുന്നുണ്ട്. സോണി ഈ ആൾക്കാർ ഇനി ബി എം ബാക്കിയുള്ളൂ.
ഓൾഡ് വാഗോസാണ് ബി എം. അല്ലല്ല, വാഗോസിനെക്കാട്ടും പഴയ ഗ്യാങ് ആക്ച്വലി ഇവിടെ ബി എം. ബി എം ഒക്കെ പണ്ട് ബുദ്ധാസിന്റെ ഇടയ്ക്ക് തിരിച്ച് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. സൈട്രോ, അയ്യോ സൈട്രോക്ക് അതിനകത്ത് പെട്ട ബി എം അടുത്ത സ്ഥലം ഡൗൺ ആയിട്ടുണ്ട്. സൈട്രോ ഓ അതാരടിച്ച നല്ല അടിച്ചേട്ടാ തുരുമ്പ്. ബി എം 5 പേര് ബാക്കി തോന്നുന്നുണ്ട്. മണ്ണി ജോസഫ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ടൈം നോക്കുകയാണെങ്കിൽ 12 മിനിറ്റ് ബാക്കിയുണ്ട്. കൗണ്ട് ഒരു ഐഡിയ ഇല്ല എനിക്ക്. 3, 6, 7. PD 7 ബി എം 5 ആണോ? അല്ല PD 8. ബി എം 5 ആൾക്കാരേ ഉള്ളൂ. PD 8 പേര്. ഈ സർവർ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? സർവർ എവിടെ പോയില്ല പറ, അവിടെ തന്നെ കാണുന്നത്. ഫ്രണ്ട് ടി വി ലഭ്യറ്റു ഞാൻ മാത്രം. എടാ ഒത്തിരി കൂടെ ഒരുമിച്ച് കയറി അടിച്ച് ഓരോരുത്തരും പോയിട്ട് വീണല്ല പേടി. മെസ്സി കോട്ട് അവിടെ നിന്ന് നൈസായിട്ട് ചുളിയിൽ വന്ന് അടിച്ചിട്ടും പോയി. ഓക്കെ സൈട്രോ അടുത്ത വയ്ക്കും. 3 പീഡിക്കാരെ ഒരുമിച്ച് വീണ്. 3 അല്ല 4. ഭീമിന്റെ കംബാക്ക് ആണോ? കംബാക്ക് ഇവിടുന്ന് ബി എമ്മിൽ ആരും വീണില്ല. ഈ 4 ആൾക്കാർ അവർ നിന്നടിച്ച്. മെസ്സി കോട്ട് നൈസായിട്ട് ബാക്കിലൂടെ പോയി പെട്ട്. ഓക്കെ മെസ്സി കോട്ട് ഡൗണായി. ഇനി അപ്പം ലാസ്റ്റ് 4 ആണ്. പത്തര മിനിറ്റ് ബാക്കി. ബി എം ഫുൾ ഫോം ബ്ലാക്ക് മാമ്പ. പെട്ടെന്നൊരു ഞെട്ടൽ കണ്ട് 2 ആൾക്കാർ കണ്ടേക്ക്. ഒരു റോള് ബാക്കിലോട്ട് അവിടെ വരുമ്പോൾ വന്ന് ആർമർ അടിച്ചു കളഞ്ഞു. ഓ അതെന്ത് പറഞ്ഞു, എന്ത് പെട്ടെന്ന് അറിഞ്ഞ്. അവിടെ കാഴ്ച ഫുള്ള് പോയി കാണും. ഗിരിരാജൻ ഡൗൺ. ഫസ്റ്റ് കണ്ണറിഞ്ഞത് നൈസായിരുന്നു കേട്ടാ. ഈ സുഗുണ ഇവിടുന്ന് വന്നപ്പോ തപ്പിപ്പോയതായിരുന്നാ. ഓ സുഗുണ വന്നിട്ട് റേഡിക്സ് വന്നിട്ട് അരവിന്ദ് നായറിനെ അടിച്ചു. പുള്ളിക്കെന്താ കണ്ണെടുക്കാൻ പറ്റുന്നില്ലേ? അവരുടെ ഇടയിലോട്ടല്ലേ കയറിപ്പോണേ. ഓക്കേടാ പക്ഷേ 9 മിനിറ്റിൽ ഇൻഫ്ലുവൻസ് കയറ്റാം. ഓ ബോക്സ് 1 HP. തുരുമ്പിൻ്റെ ആർമറും പോയി, കുറച്ച് ഹെൽത്തും പോയി. വീണ്ടും നല്ല രീതിയിൽ ഡൗൺ ആക്കി കേട്ടാ ബി എം. കന്യാവസം തുരുമ്പ് മാത്രമേ ഉള്ളൂ. ഇനി വീട് 2 പേരെ ബാക്കിയുള്ളൂ എന്നാണ്. ബി എം 4 അല്ല 4, 3. തുരുമ്പ് സൈട്രോനെ അടിച്ചിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ 3 3v2. ആ അതെ 2v3. ബി എം 3 പീഡ് 2.
ആ ഭീമ 3 ബാക്കിൽ ഉണ്ട് സുഗുണ. ആ അതിപ്പോ തുരുമ്പടിയാവും. അയ്യോ പിന്നെ അവസ്ഥയുടെ വണ്ടി പിടിച്ച് കളിക്കുന്ന ഇൻഫ്ലുവൻസ് ആക്കാൻ നോക്കുകയാണ്. ഓ 1v1. ഓ തുരുമ്പ് പണിക്കാടാ. അവൻ റീഫ്രഷ് സ്കിൻ അടിച്ചില്ലായിരുന്നു. വെറുതെ അല്ല, ഓ കറക്റ്റ് ഹെഡ് അടിച്ചത് പോകുന്നു. ഓക്കെ ലാസ്റ്റ് വൻ കെന്യ വെസ്റ്റ് മാത്രം. വണ്ടി അടിച്ച് കളിക്കൽ നടക്കൂല. ഇൻഫ്ലുവൻസ് എന്തായാലും കയറും. 7 മിനിറ്റ് 7.25 മിനിറ്റ് ഉണ്ട്. ഈ സീറ്റ് കയറും. വീട്ടിൽ 2 ടർപ്പും പോയല്ലേ അപ്പം ഇന്നത്തെ. ഓക്കെ ഇറങ്ങി. ഞാനാ പിക്കെടുത്ത് ലോഡ്. ഓക്കെ ജി ജി. അപ്പോൾ BM ക്യാപ്ചേർഡ് ചേംബർലൈൻ ഹിൽസ്. അവനും കൂടെ അടിച്ചിരുന്നെങ്കിൽ, പക്ഷെ മറ്റവൻ പിന്നെ പിടി കൊടുക്കൂല. ഇവനും കൂടെ അടിച്ചിടുവാണെങ്കിൽ പിന്നെ മറ്റേ പുള്ളിനെ നോക്കണ്ട, എവിടെയെങ്കിലും കയറി വിളിക്കും. ടൈം എത്ര ഉണ്ട്? 1:30 മിനിറ്റ് ബാക്കി. അപ്പോൾ ജി ജി.